Welcome to EduPlus CBSE Class 10 Geography Chapter 4 Agriculture-ന്റെ നമുക്ക് ബാക്കി കുറച്ചും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു. ആ പോർഷൻസ് നമുക്ക് ഇന്ന് കവർ ചെയ്യാം. ഓക്കെ, നമുക്കറിയാം ഫുഡ് എന്ന് പറയുന്നതാണ് ഏതൊരു വ്യക്തിയുടെയും, ഈവൻ ആനിമൽസിൻ്റെ ആണെങ്കിലും ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ആണെങ്കിലും ബേസിക് നീഡ് എന്ന് പറയുന്നത് ഫുഡാണ്. സോ ഫുഡ് സെക്യൂരിറ്റി ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രധാനം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇന്ത്യയിൽ ഇന്ന് ഒരുപാട് റിമോട്ട് വില്ലേജസിലും എന്ത് ഫേസ് ചെയ്യുന്നുണ്ട്, ദേ ആർ അണ്ടർ പോവർട്ടിയാണ്. ഫുഡ് അവർക്കൊന്നും തന്നെ എന്തല്ല സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഫുഡ് സോഴ്സ് അവർക്ക് ഇല്ലാതെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. സോ അവർ ഗവൺമെൻറ്, നമ്മളുടെ ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും മിനിമം ലെവലിൽ ഫുഡ് ലഭിക്കുന്നത് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആണ് ബഫർ സ്റ്റോക്ക്, സെക്കൻഡ് വൺ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. സോ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് ആണ് ബഫർ സ്റ്റോക്കും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും. എന്താണ് ബഫർ സ്റ്റോക്ക്? ഇറ്റ് മീൻസ് എന്താണ്, ആവശ്യഘട്ടങ്ങളിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ അധികം വരുന്ന ഫുഡ് പ്രോഡക്ട്സിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്, സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് ഒരു പ്രോസസ്സാണ് ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ദെൻ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതെന്താ നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള റേഷൻ സംവിധാനം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ അരിയും ഗോതമ്പും പഞ്ചസാര, അരി ഗോതമ്പ് മണ്ണെണ്ണ പോലുള്ള സാധനങ്ങൾ ലോ പ്രൈസിൽ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആ ഒരു സ്കീം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം, അതിനെയാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. is a program providing food grains and commodities at subsidized price. Okay. സോ ഈ ബഫർ സ്റ്റോക്കിങ്ങിന് വേണ്ടി ഇന്ത്യൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ FCI എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യും? ദേ പ്രൊക്യൂർ ആൻഡ് സ്റ്റോക്ക് ദ ഫുഡ് ഗ്രെയിൻസ്. ഓക്കെ, എവിടെ നിന്നിട്ടാണ്? ഫ്രം ദ ഫാമർ. FCI ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് തന്നെ പ്രൊക്യൂർ ചെയ്ത് ഫുഡ് ഗ്രെയിൻസിനെ വെക്കുകയും ആൻഡ് ദേ അനൗൺസസ് എ മിനിമം സപ്പോർട്ട് പ്രൈസ് MSP. അത് ഓർത്തിരിക്കണേ, ആ ടേം ഓർത്തിരിക്കണം, MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്. MSP മീൻ ചെയ്യുന്നത് ഒരു ഭക്ഷ്യവസ്തു, ഇപ്പോൾ അരിയോ ഗോതമ്പോ, ആ ഒരു വസ്തുവിനെ ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ കുറയുന്ന ടൈമാണെങ്കിലും മാർക്കറ്റ് വാല്യൂ കൂടുന്ന ടൈമാണെങ്കിലും FCI എന്ത് ചെയ്യും, ഒരു ഫിക്സഡ് ആയിട്ട് ഒരു മിനിമം താങ്ങുവില, ആ ഒരു അരിക്കോ ഗോതമ്പിനോ ഒരു താങ്ങ് വില നിശ്ചയിച്ചിട്ടുണ്ടാവും. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ആ മിനിമം പ്രൈസ് ആ ഒരു വിളയ്ക്ക് അവരെന്ത് ചെയ്യും, ഫാമേഴ്സിന് കൊടുക്കും. സോ ഫാമേഴ്സിന് അതാണ് വളരെയധികം ലാഭകരമാവും. സോ ബഫർ സ്റ്റോക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് FCI എന്ന് പറയുന്നത്. ദേ പ്രൊക്യൂർ ദ ഫുഡ് ഗ്രെയിൻസ് ഫ്രം ദ ഫാമേഴ്സ് ആൻഡ് ദേ അനൗൺസ് എ മിനിമം സപ്പോർട്ട് പ്രൈസ്. ഓക്കെ ദെൻ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ഒരു മെക്കാനിസമാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളുടെയൊക്കെ നാട്ടിലുള്ള റേഷനിങ് സിസ്റ്റം അല്ലേ, ആ ഒരു സിസ്റ്റം ഈ ഒരു PDSൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഒരു വിമൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവന്ന ഒരു ഇതാണ് നമ്മളുടെ എല്ലാം റേഷൻ കാർഡ് ഓണർ എന്തായി മാറ്റി, ആ വീട്ടിലെ മുതിർന്ന സ്ത്രീയെ ആക്കി മാറ്റി. സോ അതെല്ലാം ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഓരോരോ പ്രോഗ്രാംസ് ആയിരുന്നു. നിങ്ങൾ ജസ്റ്റ് ഇത്രയും ഓർത്താൽ മതി. ഇറ്റ്സ് എ മെക്കാനിസം ഫോർ ഫുഡ് സെക്യൂരിറ്റി, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. They store the grains and distribute it to the poor people in an affordable price. ഇനി ഇതിൻ്റെ റേഷനിങ് സിസ്റ്റം നമുക്കറിയാം, ബേസിക്കലി രണ്ട് കാറ്റഗറി ആയിട്ടാണ് ആളുകളെ ഗ്രൂപ്പ്, അവരുടെ ഇൻകം അനുസരിച്ച്, വരുമാനം അനുസരിച്ച് ജനങ്ങളെ രണ്ട് ഗ്രൂപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. APL ആൻഡ് BPL, എബവ് പോവർട്ടി ലൈൻ ആൻഡ് ബിലോ പോവർട്ടി ലൈൻ. അതിൽ BPL ആയിട്ടുള്ള കാറ്റഗറിക്ക് എന്ത് ചെയ്യും, ഒരു മിനിമം പ്രൈസ്, വളരെ തുച്ഛമായ വിലയ്ക്ക് 2 രൂപ 1 രൂപ നിരക്കിലെല്ലാം ഗോതമ്പും അരിയും ഒക്കെ എന്താണ് ഈ ഒരു PDSൻ്റെ ഭാഗമായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബട്ട് ആക്ച്വലി എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് അർഹരല്ലാത്ത ആളുകൾ BPL കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പാവപ്പെട്ട ആളുകൾ APL കാറ്റഗറിയിലും വന്നിട്ടുണ്ട്. സോ അതൊരു ആക്ച്വൽ ക്ലാസിഫിക്കേഷൻ അല്ല എന്നാണ് നമ്മളുടെ ടെക്സ്റ്റിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് അസോസിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം.
Then we are moving to the last portion of this chapter, the impact of globalization on agriculture. First of all, എന്താണ് globalization? അതായത് ലോകരാജ്യങ്ങൾ, ഈ ലോകത്തുള്ള പല രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. ഏതൊക്കെ മേഖലകളിൽ? അഗ്രികൾച്ചർ ഫീൽഡിലാവട്ടെ, അതുപോലെ തന്നെ ഇൻഡസ്ട്രി ബേസ്ഡ് ആവട്ടെ, ടെക്നോളജി ആകട്ടെ, അങ്ങനെ എല്ലാ മേഖലകളും, പൊളിറ്റിക്സിലാവട്ടെ, എല്ലാ മേഖലകളിലും ഓരോ രാജ്യങ്ങൾ, പല രാജ്യങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പിലാവുക എന്നുള്ളതാണ് ആ ഒരു വേർഡ് മീനിങ് ഉദ്ദേശിക്കുന്നത്. അഗ്രികൾച്ചറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രോഡക്ട്സ് നമ്മൾ മറ്റ് രാജ്യങ്ങളിലോട്ട് കയറ്റുമതി ഇറക്കുമതി ബന്ധം, അതുപോലെ തന്നെ അവരുടെ പ്രോഡക്ട്സ് ഇങ്ങോട്ടേക്ക് നമ്മളുടെ രാജ്യത്തോട്ട് ഇറക്കുമതി ചെയ്യുക, ആ ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ബ്രിട്ടൻ ഇന്ത്യ അന്ന് കടന്നാക്രമിച്ച ആ ഒരു പീരീഡിൽ തന്നെ നമ്മളുടെ ഇവിടുത്തെ കോട്ടൺ പ്ലാന്റ്സിൽ അവർ വളരെയധികം അട്രാക്റ്റഡ് ആവുകയും നമ്മുടെ ഇവിടെ നിന്ന് കോട്ടൺ എന്ത് ചെയ്തിരുന്നു? എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ആ ബ്രിട്ടീഷുകാർക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വളർത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ കോട്ടൺ എക്സ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, ഗ്ലോബലൈസേഷൻ ആക്ച്വലി കൊളോണിയലിസം സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ ഉണ്ടായിരുന്നു. ബ്രിട്ടനെ കൂടാതെ മാഞ്ചസ്റ്റർ, ലിവർപൂൾ, ആ കൺട്രീസ് എല്ലാം തന്നെ ദേ ആർ ഫ്ലറിഷ്ഡ് ഇൻ കോട്ടൺ ഇൻഡസ്ട്രി, കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. എങ്ങനെയാണ്? നമ്മളുടെ ഇന്ത്യയിൽ നിന്നുള്ള കോട്ടൺ അവർ എക്സ്പോർട്ട് ചെയ്ത് അവരുടെ ഇൻഡസ്ട്രി ഫ്ലറിഷ് ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾക്ക് അറിയാം, ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ചതാണ്, 1917 ഗാന്ധിജി ആദ്യമായിട്ട് നമ്മളുടെ ഇന്ത്യയിൽ വന്ന് ഒരു സമരത്തിൽ, സത്യാഗ്രഹത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഏതാ? ചമ്പാരൻ റിവോൾട്ട് അല്ലേ? അതെന്തായിരുന്നു? ഇന്ത്യൻ ഫാമേഴ്സ്, ബ്രിട്ടൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ബ്രിട്ടനിൽ സ്റ്റാർട്ട് ചെയ്തു. അവർക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ ഇൻഡിഗോ നമ്മളിവിടെ ഫോഴ്സ്ഡ് ആയിട്ട് ഫാമേഴ്സിനെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതെല്ലാം തന്നെ they are the impacts of globalization on agriculture in India. So ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു കറൻറ്റ് സെനറിയോയിൽ കൃഷി, അതായത് അഗ്രികൾച്ചർ ഒന്നും കൂടെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പുതിയ ഫീൽഡ് ഓഫ് സയൻസ്, ഫീൽഡ് ഓഫ് ടെക്നോളജി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു ടൈം പീരീഡിന് ജീൻ റെവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് ക്രോപ്സിനെ ജീൻസിൽ ഓൾട്ടറേഷനൊക്കെ നടത്തി പുതിയ വെറൈറ്റി ഓഫ് ക്രോപ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോസസ്സ്. സോ അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് മെമ്മറൈസ് ചെയ്തിരിക്കുക. സോ വി ഹാവ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ദ ചാപ്റ്റർ. നമുക്കിനി നോക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ആൻ അഗ്രോ-ബേസ്ഡ് ഇൻഡസ്ട്രി. എന്താണ് ക്വസ്റ്റ്യൻ? പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ഏതാണ്? സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. ക്വസ്റ്റ്യൻ, നെയിം ദ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ഇൻ ഇന്ത്യ. ഏതാണ്? ജുമ്മിങ്, ബേവാർ, ദഹിയ. ജുമ്മിങ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ, ദെൻ ബേവാർ, ദഹിയ അതെല്ലാം വേറെ സ്റ്റേറ്റ്സിൽ, മധ്യപ്രദേശ് അവിടെയൊക്കെ അറിയപ്പെടുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ക്രോപ്പിംഗ് സീസൺസ് ഇൻ ഇന്ത്യ. ഏതൊക്കെയാണ് ക്രോപ്പിംഗ് സീസൺസ്? റാബി, ഖാരിഫ്, സെയ്ദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്രോപ്പ് വിച്ച് ഈസ് കൊമേഴ്ഷ്യൽ ഇൻ വൺ റീജിയൻ ആൻഡ് സബ്സിസ്റ്റൻസ് ഇൻ അനദർ റീജിയൻ. നമ്മൾ പഠിച്ചതാണ്, ഒരു സ്ഥലത്ത് കൊമേഴ്ഷ്യൽ ക്രോപ്പാണ്, മറ്റൊരു സ്ഥലത്ത് അത് സബ്സിസ്റ്റൻസ് ക്രോപ്പാണ്. ഏതാണ്? റൈസ്. റൈസ് ഇസ് എ കൊമേഴ്ഷ്യൽ ക്രോപ്പ് ഇൻ പഞ്ചാബ് ആൻഡ് ഹരിയാന ആൻഡ് ഇറ്റ് ഇസ് എ സബ്സിസ്റ്റൻസ് ക്രോപ്പ് ഇൻ ഒറീസ. നെക്സ്റ്റ് വൺ, in which states 3 crops of paddy are grown and which are they? എന്താണ് ക്വസ്റ്റ്യൻ? ഒരേ ക്രോപ്പ് പാഡിയുടെ 3 തരം വെറൈറ്റി ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ആസാം, ബംഗാൾ, ഒറീസ. ഇവിടെ പാഡിയുടെ തന്നെ 3 വെറൈറ്റി ഓഫ് ക്രോപ്സ് ഈ 3 സ്റ്റേറ്റ്സിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് 3 ക്രോപ്സ്: ഓസ്, അമൻ, ബോറോ. AUS, ഓസ്, അമൻ, ബോറോ. ഇതാണ് പാഡിയുടെ 3 വെറൈറ്റി ഓഫ് ക്രോപ്സ് ബംഗാൾ, ഒറീസയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ വിച്ച് സ്റ്റേറ്റ് ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ജോവർ. ജോവർ കൃഷി ചെയ്യുന്ന ലാർജസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? മഹാരാഷ്ട്ര. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം എ ബിവറേജ് ക്രോപ്പ് ആസ് വെൽ ആസ് എ പ്ലാന്റേഷൻ ക്രോപ്പ്. ഏതാണ് ബിവറേജ് ആൻഡ് പ്ലാന്റേഷൻ? ടീ. നെക്സ്റ്റ് വൺ, ഗോൾഡൻ ഫൈബർ ഏതാണ്? ദാറ്റ് ഇസ് ജൂട്ട്. ദെൻ റാബി ക്രോപ്സിന് എക്സാമ്പിൾ, അതുപോലെ സെയ്ദ് ക്രോപ്സിന് എക്സാമ്പിൾ, ഖാരിഫ് ക്രോപ്സിന് എക്സാമ്പിൾ പഠിക്കണം. പിന്നെ ഓരോ ക്രോപ്പും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ മിനിമം 2 സ്റ്റേറ്റ്സ് എങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം.
2019 ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ 2 ബിവറേജസ് ക്രോപ്സ് ആൻഡ് ദെയർ ഗ്രോയിങ് ഏരിയ. ഗ്രോയിങ് ഏരിയ ഏതാണെന്നുള്ളതും ചോദിച്ചിരുന്നു. 2018 സബ്സിസ്റ്റൻസ് ഫാമിങ്ങും ഇൻറ്റൻസീവ് ഫാമിങ്ങും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ, അതുപോലെ മേജർ ടെക്നോളജിക്കൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് ഏതാണ്, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ 2018 ചോദിച്ചിട്ടുണ്ട്. മാപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നു. ദ പ്ലേസ് വെയർ ദ ഇൻഡിഗോ ഫാമേഴ്സ് ഓർഗനൈസ്ഡ് സത്യാഗ്രഹ ഏതാണ്? ബീഹാർ. ബീഹാറിൻ്റെ പ്ലോട്ട് ചെയ്യാനായിട്ട്, മാപ്പിൽ പ്ലോട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ കൺട്രി വെയർ ജുമ്മിങ് അഗ്രികൾച്ചർ ഇസ് നോൺ എസ് മിൽപ്പ. മിൽപ്പ എന്നറിയപ്പെടുന്നത് ജുമ്മിങ്ങിനെ മെക്സിക്കോയിലാണ്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് കവർ ആയിട്ടുണ്ട്. പഠിച്ച കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ്സ് ആയിട്ട് മെമ്മറൈസ് ചെയ്ത് വെക്കുക. എക്സാമിന് ഓരോ പോയിന്റും ഇലാബറേറ്റ് ചെയ്ത് എഴുതാനുള്ള ഒരു രീതിയിലേക്കായിട്ട്. ഓക്കെ, താങ്ക് യു.